ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആട് 3 എന്ന മൂവി തിയേറ്റർ റിവ്യൂ എടുക്കാനാണ്. അപ്പോൾ 2-3 മാസമായിട്ട് തിയേറ്ററിൽ വളരെ ഹാള് കുറവാണ് അല്ലേ, പുതിയ റിലീസ് ഒന്നുമില്ല. ഏകദേശം ഒരു 90% ആളുകൾ ബുക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആട് 3യുടെ തിയേറ്റർ റിവ്യൂ ഒന്ന് നോക്കാം. ഓക്കെ, മൂവി കണ്ടതാണോ? കണ്ടതാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പടം? എനിക്ക് ഇഷ്ടമായി. ആട് 2 കുഴപ്പമില്ല. ആട് 3യെ കുറിച്ച് എന്താണ് എക്സ്പെക്ടേഷൻ? എന്താണ്? നല്ലതായിരിക്കും വന്നിരിക്കണം. ഇപ്പൊ 1-2 മാസമായിട്ട് തിയേറ്ററിലെ പടങ്ങളൊന്നും അധികം അപ്പൊ ഒരു എന്താ പറയാ, ഒരു നല്ലതായിരിക്കും വിചാരിച്ചിട്ട് വരേണ്ട എല്ലാം തമാശയുള്ള ആൾക്കാരാണ്. ആട് 1 കണ്ടതാണോ? എങ്ങനെയുണ്ട് പടം? അടിപൊളി പടമായിരുന്നു. ആട് 2 അടിപൊളിയാണ്. ഇതിനെ കുറിച്ച് എന്താണ് എക്സ്പെക്ടേഷൻ? എന്താണ്? വളരെ നല്ല എക്സ്പെക്ടേഷൻ ആണ്. എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കുന്നു വിചാരിക്കുന്നു. 1-2 മാസമായിട്ട് തിയേറ്റർ ഭയങ്കര സൈലന്റ് ആണ് അല്ലേ? ഇതോടെ നിരത്തും വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? അവിടെ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഭായ് എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ല. എങ്ങനെയുണ്ട് ആട് 3? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മൂവി? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് മണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് കോമഡി ഒക്കെ? നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മൂവി പടം കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പടം? പടം എങ്ങനെയുണ്ട് പടം? അടിപൊളി. ആദ്യത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. പൈസ ചെലവാക്കില്ലേ ഓടൂല? അല്ല, പണം ചെലവാക്കില്ലേ? ചേട്ടാ പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 1-ഉം 2-നും കിട്ടിയ 1-നും 2-നും കിട്ടിയ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ മൂന്നും പടം ഒന്നും പറയാൻ അടിപൊളി. പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഇഷ്ടായ പടം? എങ്ങനെയുണ്ട് പടം? വലിയ കുഴപ്പമില്ല അല്ലേ മൂവി? കുഴപ്പമില്ല അല്ലേ? 1-നും കേട്ടി? എങ്ങനെയുണ്ട് പടം? ചേട്ടാ എങ്ങനെയുണ്ട് മൂവി? കുഴപ്പമില്ല. ഭായ് എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ല. എങ്ങനെയുണ്ട് ആട് 3? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് കണ്ടിട്ടുണ്ടോ ആട് 1? അത് അതിനേക്കാൾ നല്ലതാണോ? തോന്നുന്നില്ല അല്ലേ? എങ്ങനെയുണ്ട് പടം? പടമാവുന്നു വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ അതിനെ അറിയാൻ പറ്റില്ല എന്താണ്. ജയസൂര്യ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കുറെ നാൾക്ക് ശേഷം 3 വർഷമായി പടം കേട്ടു. ഇത് വളരെ വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് പറഞ്ഞു കേട്ടോ അല്ലേ? അപ്പൊ ഇനി നമുക്ക് പടം കഴിഞ്ഞതിന് ശേഷം ബാക്കി എടുക്കാനാ. കാലഘട്ടം കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. നല്ല പൈസ മുടക്കിയ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. പറ്റുന്ന വിചാരിക്കുന്നു. നല്ലൊരു ഫിലിമായി കിട്ടാം. മിഥുൻ മാനുവൽ തോമസിന്റെ ആട് 3. ഓക്കെ, അതായത് ആട് 1-നെയും അപേക്ഷിച്ച് ഒരുപാട് പൈസയൊക്കെ ചെലവാക്കിയിട്ടുണ്ട്. അതായത് ഒരു ടൈം ട്രാവലിംഗ് മൂവി. ഭൂതം, പ്രസന്റ്, ഫ്യൂച്ചർ വരാൻ പോകുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ബാക്കി വെച്ചിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേ തന്നെ നമ്മൾ പാർട്ട് 1-ലും പാർട്ട് 2-ലൊക്കെ കണ്ടല്ലോ. അതായത് മറ്റേ ഷാജി പാപ്പൻ്റെ മണ്ടത്തരങ്ങളും കുറെ കൂട്ടുകാരന്മാരുടെ മണ്ടത്തരങ്ങളും
അതൊരു ടൈം ട്രാവലർ പണ്ട് ഭൂതകാലത്തിൽ ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പ് ഷാജി ബാബന്റെ മണ്ടത്തരങ്ങളുമായിട്ട് വീണ്ടും വളരെ ഇതായിട്ട് പോകുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് പടം കാണുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം വളരെ രണ്ട് മണ്ടയാക്കി തരുന്ന എനിക്ക് തോന്നുന്നു. സീരിയസ് ആയി കാണുന്നവർക്ക് ഒരു രസകരമായി കാണുന്ന ആളുകൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ കോമഡിയും ഈ 9 മണിൻ്റെ കോമഡിയൊക്കെ കാണുമല്ലോ നമ്മളെ ടി വിയിൽ, അങ്ങനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, മിക്സ് പരേഡൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക്, ചില സ്ത്രീകൾക്കൊക്കെ ഇത് വളരെ രസകരമായിരിക്കും. അല്ലാത്തവർക്ക് വളരെ എന്താ പറയുക ബോറിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ പൈസ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്, കുറേ മണ്ടത്തരങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ട് എനിക്ക് തോന്നുന്നത് പാർട്ട് 1 കുറച്ചുകൂടി ബെറ്റർ തോന്നുന്നു. പൈസ അധികം ചെലവഴിച്ചില്ലെങ്കിലും പാർട്ട് 1 അത്ര എത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി അതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അത് കണ്ടു നോക്ക്. 1 ടൈം വാച്ചബിൾ മൂവി. ഒരുപാട് മണ്ടത്തരങ്ങൾ അതിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ റിവ്യൂ ഒന്നും പറയാനില്ല. കുറേ ഷാജി പാപ്പൻ്റെ കുറേ മണ്ടത്തരങ്ങളും, പിന്നെ 10-200-300 വർഷങ്ങൾക്ക് മുമ്പുള്ള ടൈം ട്രാവലിംഗ് പണ്ട് കുറച്ച് ഭൂതകാലം കളിക്കുന്നുണ്ട്. 200-300 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് പൈസ ചിലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്നും ഷാജി പാപ്പ അവരുടെ ടീമുകൾ പല ക്യാരക്ടേഴ്സിൽ അവർ ഈ പ്രസൻറ്റിൽ എങ്ങനെയൊക്കെയാണ് ഉള്ളത്, കുറേ പഴയ ചളി വിറ്റുകളും ഈ പ്രിയദർശൻ്റെ പഴത്തൊലി ചവിട്ടി വീണ രംഗങ്ങളില്ലേ, അമ്മാതിരി കുറേ ഐറ്റംസുകളും വെച്ച് മലപ്പുറം തിരിച്ചിട്ട തിരുവനന്തപുരം എന്നുള്ള പഴയ കോമഡി വിറ്റൊക്കെ വെച്ച് അങ്ങനെ കീറിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെന്താ അവസാനം പടം കഴിഞ്ഞുകൊണ്ട് ഒരു ആശ്വാസത്തിൽ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും അതിൻ്റെ പാർട്ട് 2 വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, വരുമ്പോൾ ഒരു 1-2 മാസത്തിനുള്ളിൽ തിയേറ്ററൊക്കെ വളരെ സൈലന്റ് ആയിരുന്നതാണല്ലോ അല്ലേ. പടങ്ങളൊന്നും മൂവീസൊന്നും ഇല്ല, യുദ്ധം മറ്റ് കാര്യങ്ങൾ. അപ്പോൾ തിയേറ്ററുകാർക്ക് ഒരു ഉണർവൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഫസ്റ്റ് ഡേ ഒരു 90% ഫില്ലിംഗ് ആണ്. ഇതൊക്കെയാണ് ഈ മൂവിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു ക്ലീൻ എൻ്റർടൈൻമെൻറ്റ്, ഒരു ക്ലീൻ സ്ലൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ വേറെ ഒരുപാട് പ്രതീക്ഷിച്ച് വേറെ എന്തൊക്കെയോ ആണ് ഈ മൂവി പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. അതായത് നമ്മളെ ഈ വർത്തമാന കാലത്ത് ഷാജി പാപ്പനും പിള്ളേരും കൂടിയിട്ട് വെട്ടിപ്പിച്ചൂലേ, മണ്ടായിപ്പിച്ചു. ഇപ്പോൾ ഈ ഭൂതകാലം പറഞ്ഞിട്ട് ഒരു 200-300 വർഷം മുമ്പത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ എന്താ പറയുക തലയ്ക്ക് പ്രാന്ത് പിടിപ്പിച്ചു എന്ന്. അതായത് ഒരു അരപ്പിരിയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി വിചാരിച്ചോ, ഒരു മുഴുപ്പിരിയായിട്ട് തിരിച്ചു വരാം. പിന്നെ അതിൽ ആകെ എനിക്കൊരു മെച്ചം തോന്നിയത് ഒരു ഫോറിനേഴ്സ് ഒരു 3-4 പേരിനെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു നിധി വേട്ടയ്ക്ക് വേണ്ടി വന്നിട്ട് അതിലൊരു കുറച്ച് ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. ഒരു വിദേശ വനിത, അവരൊരു 3-4 ഫോറിൻ ആക്ടേഴ്സിനെ പോലെ തോന്നി. അവര് അടിച്ചു പൊളിച്ചുകൂടാ. അവന്റെ ഫൈറ്റും അവരുടേതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ബാക്കി എന്താ പറയുക, ഷാജി പാപ്പൻ ഇടയ്ക്കിടയ്ക്ക് ആ 1 പാട്ടും ആ ഒരു ഇതുമുണ്ട്. പിന്നെ എന്താ പറയാ ധർമ്മജന്റെ കോമഡി എന്താ പറയാ, ഒരുപാട് ചളി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പ്രിയദർശന്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലെ വിറ്റുകളൊക്കെയാണ്. അതെങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ പരമായ വിറ്റുകളും ശരിക്കും നമുക്ക് കരയണോ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറെ. പിന്നെ രാജക്കമ്പറിന്റെ കാര്യം 300 വർഷം മുമ്പത്തെ ടൈം ട്രാവലർ കൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഈ ഫസ്റ്റ് പാർട്ടിലെ ആ നടുവേദനയും ആ ഉളുക്കും ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഈ പാർട്ട് 1 പാർട്ട് 2 ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് പാർട്ട് 3 അവരെല്ലാം ആ 200-300 വർഷങ്ങൾക്ക് മുമ്പ് പല ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചളി കോമഡി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ആകെ മൊത്തം ആട് 3 എന്ന് പറയണ മൂവി. ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്നും ഇല്ല. ക്ലൈമാക്സ് ഇതിന് അവിടെ പാർട്ട് 2 വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ബാഹുബലി മോഡലൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് ഡയറക്ടറിനെ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഒരു ടൈം ട്രാവലിംഗ് മൂവിയിലൊക്കെ ഒരു കോമഡി സ്കിറ്റ് പോലെ കാണിക്കുന്നത് ഈ പടത്തിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടാ. അതായത് നമ്മളെ ഈ 9 മണിക്ക് സ്റ്റാർ മാജിക്കും മറ്റേ കോമഡി സ്കിറ്റൊക്കെ കാണുമല്ലോ പല ചാനലുകളിലെ. അതായത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള വിറ്റുകളും തമാശകളും ശരിക്കും ഒരു മിക്സ് പരേഡ് കാണും പോലെ അതുപോലെ കുറെ ഐറ്റങ്ങൾ കൊണ്ട് തള്ളിയിട്ടുണ്ട്. അപ്പൊ തിയേറ്ററിൽ
ഒന്ന് രണ്ട് ചെറിയ കുട്ടികളും ഒന്ന് രണ്ട് മറ്റേ തലച്ചോറ് കുറയ്ക്കാത്ത കുറെ സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരെ ഇരുന്ന് ചിരിക്കുന്നത് കണ്ടു പടം കഴിയുന്നവരെ. മറ്റ് ബഹുഭൂരിപക്ഷം പേര് വായും പൊളിച്ചിരിക്കുന്നത് കണ്ടു. ഇതാണ് തിയേറ്ററിലെ ആട് 3 എന്ന് പറയുന്ന മൂവി. അപ്പം കണ്ടു നോക്ക്. ഓക്കെ, ഇതിനവിടെയൊക്കെ കാണാം. അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.